യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ. ഹല്ലേലൂയ. യേശുവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് ഒന്നാവാം. കർത്താവായ യേശുവിൻ്റെ ജീവനുള്ള വചനം കേട്ട് നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യം പ്രാപിക്കും, ബന്ധനത്തിൽ ഉൾപ്പെട്ടവർക്ക് വിടുതൽ കിട്ടും, ആസക്തിയിൽ വിട്ടുമാറും, അത്ഭുതങ്ങൾ നടക്കും. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ചിറ്റടിയിൽ നടന്ന ഏകദിന കൺവെൻഷൻ, അവിടെ സാക്ഷ്യം പറയാനായിട്ട് ഒരു ചെറുപ്പക്കാരൻ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തു നിന്ന് വന്നു. ആ ചെറുപ്പക്കാരൻ്റെ പേര് നൈജിൽ എന്നാണ്. അവനും എൻ്റെ മാതാപിതാക്കന്മാരും ഉണ്ടായിരുന്നു. 2019 പെരിന്തൽമണ്ണ നടന്ന കൺവെൻഷനിൽ പങ്കെടുത്ത ആ മകൻ വന്ന് പറഞ്ഞു, 8 വർഷമായിട്ട് ഉണ്ടായിരുന്ന എപ്പിലെപ്സി, അപസ്മാര രോഗം, ഒത്തിരിയേറെ ചികിത്സ ചെയ്ത, പക്ഷേ ദിവസം 4-5 തവണ എപ്പിലെപ്സി ഉണ്ടാകുമായിരുന്നു. അന്നവിടെ കൺവെൻഷനിൽ കൂടി എൻ്റെ അടുക്കൽ വന്ന് ഇക്കാര്യമൊക്കെ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആ മകൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുക. അന്നത്തെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇപ്പോൾ 5 വർഷം പിന്നിട്ടു. ഇതുവരെ എപ്പിലെപ്സി, അപസ്മാരമെന്ന രോഗം ആ മകന് ഉണ്ടായിട്ടില്ല. അതുകൂടാതെ ആ മകൻ്റെ ഉദരസംബന്ധമായ, കരൾ സംബന്ധമായ എന്തോ രോഗമുണ്ടായിരുന്നു. അതും കർത്താവ് സുഖപ്പെടുത്തി. കർത്താവിൻ്റെ വചനം കേട്ട് ജീവിതത്തിൽ തിരുത്തൽ വരുത്തുമ്പോൾ അവിടുത്തെ സ്പർശനത്താൽ അത്ഭുതമായ സൗഖ്യവും വിടുതലും ഒക്കെ നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു നിങ്ങളെ തൊടും. പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ 25 മുതലുള്ള വചനങ്ങൾ. അതിനാൽ വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം, കാരണം നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. അവിടെ പറയണം, നാം വ്യാജം വെടിയണം. ഇത് വ്യാജൻ്റെ കാലമാണ്, ഡ്യൂപ്ലിക്കേറ്റുകളുടെ കാലമാണിത്. വ്യാജ സാധനങ്ങൾ, വ്യാജന്മാർ എവിടെയും, ആധ്യാത്മിക രംഗത്തും എല്ലാ രംഗത്തും വ്യാജന്മാരുടെ ഒരു കാലം അങ്ങനെ അങ്ങോട്ട് തിളങ്ങി നിൽക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ വ്യാജന്മാരെയും നല്ലവരെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് വിവേകം വേണം, ദൈവിക ജ്ഞാനം വേണം. ദൈവികമായ ജ്ഞാനം നമുക്ക് ലഭിക്കാതെ വ്യാജന്മാരെയും യഥാർത്ഥ ആധ്യാത്മികതയുള്ളവരെയും സത്യസന്ധരെയൊക്കെ തിരിച്ചറിയുക അസാധ്യമാണ്. അപ്പം എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കണം. ജ്ഞാനം സമ്പാദിക്കുന്നവൻ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ജ്ഞാനം 7:14. ജ്ഞാനം സമ്പാദിക്കുന്നവൻ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ദൈവിക ജ്ഞാനം, സ്വർഗീയ ജ്ഞാനം ലഭിക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ, ദൈവിക രഹസ്യങ്ങൾ, വചനത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. അത് ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുക, യേശു ക്രിസ്തുവിനെ
നമ്മൾ സ്വന്തമാക്കുക. യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അവൻ ചേർത്തു തരും. നമുക്ക് വേണ്ടതെല്ലാം ഒന്നിനും കുറവില്ലാതെ അവിടുന്ന് ചേർത്തു തരും. പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പോൾ സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അതിനാൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും എന്നെഴുതപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം സ്വന്തമാക്കുവാൻ, അനുഗ്രഹം സ്വന്തമാക്കുവാൻ വിശ്വാസത്തോടെയുള്ള നിരന്തരമായ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മൾ ആഗ്രഹിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിച്ചാൽ ജ്ഞാനം കർത്താവ് തരും. ഈ ജ്ഞാനം നിറഞ്ഞ വ്യക്തിക്ക് തെറ്റും ശരിയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും. വ്യാജനെയും നല്ലതിനെയും തിരിച്ചറിയണം. കൊളോസോസ് 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം, ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെ നിധികൾ ക്രിസ്തുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ നിധികൾ, എല്ലാ നിധികളും ക്രിസ്തുവിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കുമ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടുകയാണ്. ക്രിസ്തുവിനെ സ്വന്തം ആക്കുമ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ എല്ലാം നമുക്ക് സമൃദ്ധമായിട്ട്, സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ നമുക്ക് സമൃദ്ധമായിട്ട് അവിടുന്ന് നൽകുകയാണ്. 1 കൊരിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 21, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്വം വഴി രക്ഷിക്കാൻ അവിടുന്ന് മനസ്സായി. ലൗകിക വിജ്ഞാനത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ജ്ഞാനം, സ്വർഗത്തിൻ്റെ ജ്ഞാനമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. അത് സ്വർഗത്തിൻ്റെ ജ്ഞാനം സ്വന്തമാക്കാനായി നിരന്തരമായിട്ട് ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ദൈവസാന്നിധ്യത്തിൽ ആയിരിക്കുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ അഭിഷേകം, ദൈവിക ജ്ഞാനം ഒക്കെ നമ്മിലേക്ക് പകരപ്പെടുന്നത്. അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു വ്യാജം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അയൽക്കാരനോട് സത്യം സംസാരിക്കണം. ചിലർ വാ തുറന്നാൽ നുണ മാത്രമേ സംസാരിക്കത്തുള്ളൂ. നുണയുടെ ആത്മാവ് നാവുകളിൽ കുടിയിരിക്കുന്ന അനേക വ്യക്തികളുണ്ട്. നുണ മാത്രം സംസാരിക്കുന്നു, സത്യം സംസാരിക്കത്തില്ല. നമ്മൾ സത്യം സംസാരിക്കണം. നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ വേർപെട്ട് നിൽക്കുന്നവരല്ല. വ്യാജത്തിൽ ആശ്രയിക്കരുത്, അസത്യം സംസാരിക്കരുത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ദൈവാത്മാവുമായിട്ടുള്ള ആ ബന്ധം നിരന്തരമായിട്ട് നിലനിർത്തണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മൾ അനുസരിക്കണം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം നീണ്ടുപോകാതിരിക്കട്ടെ. നിങ്ങൾ വചനം പറയാ, നിങ്ങൾ കോപിച്ചുകൊള്ളുക. പക്ഷെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം നീണ്ടുപോകരുത്. കോപിച്ചുകൊള്ളുക. മനുഷ്യനാണോ? കോപമുണ്ടാകാം. പക്ഷെ കോപിച്ചാലും കോപം അത് അവസാനിപ്പിക്കണം. സൂര്യാസ്തമയത്തിന് മുൻപ്, അതായത് കോപം ഉള്ളിൽ വെച്ചുകൊണ്ട് ഉറങ്ങാൻ പോകാൻ പാടില്ല. കോപം ഉള്ളിൽ നിന്നാൽ അത് വെറുപ്പായി, വൈരാഗ്യമായി
വളരുകയും സാത്താൻ നിൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തുകയും ചെയ്യും. സാത്താന് കടന്നു വരാനുള്ള വഴികളാണത്. കോപം, വെറുപ്പ്, വൈരാഗ്യം, അശുദ്ധി, മ്ലേച്ഛത, ലൈംഗിക അശുദ്ധി എല്ലാം നമ്മിലേക്ക് പിശാചിന് കടന്നു വരാനുള്ള വഴികളായിട്ട് മാറുകയാണ്. എഫേസോസ് 4:27 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാത്താനൊരു യാഥാർത്ഥ്യമാണ്. സാത്താനുണ്ട്, ഈവിൾ സ്പിരിറ്റ്, ഡീമൺസ് ഉണ്ട്. മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ഒക്കെ ചിന്തകൾ കൊടുത്തുകൊണ്ട് പാപം ചെയ്യിപ്പിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് പിശാചു നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ഹൃദയത്തിൽ നിന്ന് വെറുപ്പിൻ്റെ ചിന്തകൾ പോലും മാറ്റി ഹൃദയത്തെ വിശുദ്ധീകരിക്കണം. സാത്താൻ അവസരം കൊടുക്കരുത്. സാത്താൻ അവസരം കൊടുത്താൽ, അവൻ നമ്മുടെ ഉള്ളിൽ കയറി പറ്റിയാൽ അത് നമ്മളെ നിത്യനാശത്തിൽ എത്തിക്കാൻ വലിയ സാധ്യതയുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ശക്തമായൊരു മുന്നറിയിപ്പ് എല്ലാവർക്കും നൽകുകയാണ്. സാത്താന് അവസരം കൊടുക്കരുത്. അതായത് നമ്മുടെ ഉള്ളിൽ സാത്താന് കടന്നു വരാനുള്ള പാപ സാഹചര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും വീണു പോകാൻ പാടില്ല. കൂട്ടുകെട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. മദ്യപാനികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, വ്യഭിചാരികളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനുള്ള കൂട്ടുകെട്ടുകൾ, ലൈംഗിക അശുദ്ധിയിൽ ജീവിക്കുന്നതിനുള്ള കൂട്ടുകെട്ടുകൾ, തട്ടിപ്പ്, വഞ്ചന അങ്ങനെയൊക്കെ നടത്തുന്നതിനുള്ള കൂട്ടുകെട്ടുകൾ. ഈ കൂട്ടുകെട്ടുകൾ നിന്നെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സാത്താൻ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മൾ പുലർത്താനായിട്ട് പാടില്ല. അങ്ങനെ ഉള്ളവരുമായിട്ടുള്ള കൂട്ടുകെട്ട് പാടില്ല. സാത്താനെ അകറ്റു നിർത്തുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സാത്താന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുക്കരുത്. അവന് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനുള്ള വഴിയും വാതിലും നമ്മൾ തുറന്നു കൊടുക്കാതിരിക്കാൻ നമ്മൾ വളരെ സൂക്ഷിച്ചു കൊള്ളുക. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞാൽ, നീ മോഷ്ടാവാണോ? ഏതെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇനി നീ പാപത്തിലേക്ക് പോകരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ എന്തെങ്കിലും സമ്പാദിക്കട്ടെ. അതിനുവേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. കണ്ടോ, അവിടെ പറയാണ് ഇല്ലാത്തവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ, ദാനം ചെയ്യുവാൻ. ദരിദ്രര് അല്ലെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് ദാനമായിട്ട് കൊടുക്കുവാൻ നിന്റെ കൈവശം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അതിനെന്ത് ചെയ്യണം? അതിനുവേണ്ടി നീ അധ്വാനിക്കണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ, എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി സ്വന്തം കൈകൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്യട്ടെ. സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായിട്ട് ജോലി ചെയ്യണം. അങ്ങനെ സമ്പാദിച്ചിട്ട് അതിൻ്റെ ഒരു വീതം നീ പാവപ്പെട്ടവർക്ക് കൊടുത്താൽ അത് സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമായിരിക്കും. പുഴുവെടുക്കാത്ത, ചിതലരിക്കാത്ത, ഒരിക്കലും നഷ്ടം വരാത്ത നിക്ഷേപം സ്വർഗത്തിൽ നീ കൂട്ടിവെക്കണമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നീ ജോലി ചെയ്യണം. അലസരായി മടിയന്മാരായിട്ട് ഇന്ന് സമൂഹത്തിൽ ധാരാളം പേരുണ്ട്. പ്രത്യേകിച്ച് യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പാപത്തിനും മൊബൈലിനും തിന്മയ്ക്കും തെറ്റായ രാഷ്ട്രീയത്തിനും ഒക്കെ അടിമത്വമാണ്. ഗുണ്ടായുസവും തമ്മാടിത്തരും ഒക്കെ ആയിട്ട് ധാരാളം ചെറുപ്പക്കാർ ജീവിക്കുന്നുണ്ട്. ദൈവത്തെ അറിഞ്ഞു ജീവിക്കേണ്ട യുവതലമുറ, അധ്വാനിച്ച് സമ്പാദിക്കേണ്ടവർ, അവരിങ്ങനെ തെറ്റിൻ്റെ വഴിയിൽ സുഖം തേടി ഉള്ള ജീവിതം, അനേകരുടെ ജീവിതം അസ്തമിച്ചു പോയിട്ടുണ്ട്. മയക്കുമരുന്നിന് അടിമകളായ ജീവിതം നശിപ്പിച്ചവർ, ഒരു ജോലി ചെയ്യത്തില്ല, കൂട്ടുകൂടി
അങ്ങനെ നടന്ന് ജീവിതം നഷ്ടപ്പെടുത്തിയവർ, വിദ്യാഭ്യാസം നഷ്ടപ്പെടുത്തിയവർ, ജീവിതത്തിൽ എല്ലാം തകർന്നു തരിപ്പണമായവർ ധാരാളം വ്യക്തികളുണ്ട്. ഇത് നമുക്കൊക്കെ ഒരു പാഠമാണ്. വചനം ഓർമ്മിപ്പിക്കുന്നു, നീ നിന്റെ കൈകൾ കൊണ്ട് അധ്വാനിക്കണം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ അധ്വാനിച്ചാ ജീവിച്ചത്. കൂടാരപ്പണിക്കാരനായ പൗലോസ് അപ്പോസ്തലൻ അധ്വാനിച്ചാ ജീവിച്ച് താൻ അധ്വാനിച്ചതിൻ്റെ വിഹിതം മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിച്ച് അങ്ങനെ സുവിശേഷ വേലയിൽ മുന്നേറിയ വലിയ ഒരു വ്യക്തിത്വമാണ് പൗലോസ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായത്തിൻ്റെ 34-35. എൻ്റെയും എന്നോട് കൂടെ ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോസ്തലൻ പറയുക, എൻ്റെ ഈ കൈകൾ കൊണ്ട് തന്നെയാണ് ഞാൻ അധ്വാനിച്ചു കൊണ്ടിരുന്നത്. ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. പൗലോസ് പറയുക, എൻ്റെ കൈകൾ കൊണ്ടാണ് ഞാൻ അധ്വാനിച്ച് ബലഹീനരെ സഹായിച്ചത്. കൂടാരപ്പണിക്കാരനായ പൗലോസ് അപ്പോസ്തലൻ അധ്വാനിയായിരുന്നു. സുവിശേഷത്തിനു വേണ്ടി രാപകല് അധ്വാനിച്ച് അവസാനം തൻ്റെ ജീവിതം ക്രിസ്തുവിനായി ബലിയായിട്ട് പൗലോസ് നൽകി. അത് നമ്മൾ അധ്വാനിക്കണം. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. അധ്വാനിച്ച് സമ്പാദിക്കുന്നവനാണ് ബുദ്ധിമാനും സ്വയം അഭിമാനിക്കാൻ പറ്റുന്നവനും. അലസതയിലും മടിയിലും മറ്റുള്ളവരെ പറ്റിക്കുന്നതിലുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ല നമുക്ക് വേണ്ടത്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്തതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. നിങ്ങളുടെ നാവുകളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ, മോശമായ വാക്കുകൾ, അശുദ്ധിയുടെ വാക്കുകൾ, അശ്ലീല വാക്കുകൾ, ശാപത്തിൻ്റെ വാക്കുകൾ പുറപ്പെടാനായിട്ട് പാടില്ല. മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ, മറ്റുള്ള ഹൃദയത്തെ ഉജ്ജ്വലിപ്പിക്കുന്ന വാക്കുകൾ. നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആശ്വാസം തോന്നണം, അവിടെ ഹൃദയത്തിന് സന്തോഷം തോന്നണം. നമ്മുടെ വാക്കുകളെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുവാൻ വേണ്ടി പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാക്കോബ് 3-ാം അധ്യായത്തിൽ 9 മുതൽ 12 വരെ തിരുവചനങ്ങൾ. ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. യേശുവിനെയും പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഒക്കെ നമ്മൾ സ്തുതിക്കുകയാണ് നമ്മുടെ നാവ് കൊണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്തു. ദൈവത്തെ സ്തുതിക്കുന്ന ഈ നാവ് കൊണ്ട് അകാരണമായിട്ട് നീ പലരെയും ശപിക്കുകയാണ്. അകാരണമായിട്ട് ശാപത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നു. അത് പാടില്ല. ചില അമ്മമാർ അല്ലെ ചില അപ്പന്മാർ മക്കളെ ശപിക്കാറുണ്ട്, ശാപവാക്കുകൾ പറയാറുണ്ട്. അത് നമ്മൾ ചെയ്യരുത്. ഒരിക്കലും മക്കളെ ശപിക്കരുത്, അവരെ അനുഗ്രഹിക്കണം. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. ഇതെങ്ങനെ ശരിയാവും? ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അല്ലാതെ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത് അത് ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അത് നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളെ നമ്മൾ നിയന്ത്രിക്കണം. നല്ലത് മാത്രം സംസാരിക്കുക,
നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം പറയുക, നന്മ മാത്രം പ്രവർത്തിക്കുക. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നന്മയാണെങ്കിൽ നമ്മൾ നല്ലത് സംസാരിക്കും. ഈശോ പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നിൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടോ അതേ നിൻ്റെ നാവിലൂടെ പുറത്തേക്ക് വരൂ. ഹൃദയത്തിൽ അശുദ്ധി, ജഡികത, ലോകത്തിൻ്റെ കാര്യങ്ങൾ, മ്ലേച്ഛത, കടുത്ത വിദ്വേഷം, കടുത്ത രാഷ്ട്രീയം, ഇതൊക്കെ നിന്റെ മനസ്സിലുണ്ടോ, നിൻ്റെ നാവിലൂടെ ഇതേ പുറത്തു വരത്തുള്ളൂ. ആ നാവിനെ നിയന്ത്രിക്കാൻ നമ്മളെ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് മുന്നറിയിപ്പ് തന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. മധുരവും കയ്പും പുറപ്പെടുവിക്കുമോ ഒരേ ഉറവയിൽ നിന്ന്, ഒരേ അരുവിയിൽ നിന്ന്, ഒരേ ഉറവയിൽ നിന്ന് കയ്പുള്ള വെള്ളവും മധുരമുള്ള വെള്ളവും പുറപ്പെടുമോ? എൻ്റെ സഹോദരരെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിക്കാൻ കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നിൻ്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നന്മ നിന്നിലൂടെ പുറത്തേക്ക് വരും. നിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഹങ്കാരവും അശുദ്ധിയും അഹന്തയും മ്ലേച്ഛതയുമാണ് നിറഞ്ഞു നിൽക്കുന്നെങ്കിൽ, പുറമെ ഭക്തിയുടെ ബാഹ്യരുമാണെങ്കിൽ നിൻ്റെ സംസാരത്തിലൂടെ ഉറപ്പായിട്ടും അശുദ്ധിയെ പുറത്തു വരൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തെ വിശുദ്ധീകരിക്കാം, നാവിനെ നിയന്ത്രിക്കാം, വ്യാജം പറയരുത്, സത്യം നമുക്ക് സംസാരിക്കാം, നന്മ ചിന്തിക്കാം, നന്മ പറയാം. നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ആശ്വാസത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, അഭിവൃദ്ധിയുടെ, ഉയർച്ചയുടെ വാക്കുകൾ ആയിരിക്കട്ടെ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ആണിപ്പാടിൽ കരമിക്കണമേ. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അങ്ങ് തുടരണമേ. അത്ഭുത രോഗശാന്തികളും അടയാളങ്ങളും സംഭവിക്കട്ടെ. പാപത്തിൻ്റെ ബന്ധനങ്ങൾ, പൈശാചിക പീഡകൾ വിട്ടൊഴിയട്ടെ. ദൈവാത്മാവിൻ്റെ അഭിഷേകത്താൽ എല്ലാവരും നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. 2020 ബിന്ദുവിന് ഒരു രോഗമുണ്ടായി. ആ രോഗം ഇന്ന് വരെ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലേ? ഇന്ന് വരെ ആ രോഗം എന്താണെന്ന് അറിയത്തില്ല. അതായത് ശ്വാസകോശ സംബന്ധമായ രോഗമായിരുന്നു. അങ്ങനെ രോഗം ബാധിച്ച് ലൂർദ് ഹോസ്പിറ്റലായി, അല്ലേ? അതെ. എത്ര ദിവസം കിടന്നു? 9 ദിവസം. ലൂർദ് ഹോസ്പിറ്റലിൽ 9 ദിവസം കിടന്നു. ട്രീറ്റ്മെൻറ്റ് നടത്തി, പരിശോധന നടത്തി, എന്നിട്ടും രോഗം കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ലൂർദ് ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൈവിട്ടു. ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു, രോഗം വഷളായി. അങ്ങനെ വെന്റിലേറ്ററിലായി. ശരിയല്ലേ? ശരിയാണ്. എത്ര ദിവസം വെന്റിലേറ്റർ കിടന്നു? 19 ദിവസം കിടക്കേണ്ടി വന്നു. 19 ദിവസം വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ശ്വസിച്ചത്. 18ാമത്തെ ദിവസം ഡോക്ടർ ആൽബർട്ടിനെ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു, നാളെ വെന്റിലേറ്റർ എടുക്കാൻ പോവുകയാണ്, ആൾ മരിക്കും. വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല. ഈ 18 ദിവസമായിട്ട് വെന്റിലേറ്ററിൻ്റെ സഹായത്തിലാണ് ശ്വസിച്ചത്. ആൾ ജീവിക്കത്തില്ല, മരിക്കും എന്ന് പറഞ്ഞു. ഇവരാകെ സങ്കടത്തിലായി. ഇവരെല്ലാവരും വലിയ വിഷമത്തിലായിരുന്നു. അപ്പം നമ്മുടെ ടീമിലുള്ള സണ്ണിച്ചേട്ടനാണ് ഇവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ സണ്ണിച്ചേട്ടനെ വിളിച്ചു. അങ്ങനെ എന്നെ ബന്ധപ്പെട്ടു. ഈ വിവരങ്ങൾ പറഞ്ഞു. പിറ്റേ ദിവസം 19 ദിവസം 19 ദിവസം വെന്റിലേറ്റർ എടുക്കും, ആൾ മരിക്കുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, വെന്റിലേറ്റർ എടുത്താലും ആൾ മരിക്കത്തില്ല. 19 ദിവസം അവർ വെന്റിലേറ്റർ എടുത്തു. പക്ഷേ ബിന്ദു മരിച്ചില്ല. ബിന്ദു ജീവനിലേക്ക് വരികയാണ്. മെഡിക്കൽ സയൻസിനെ തോൽപ്പിച്ചുകൊണ്ട് കർത്താവ് ഒരു അത്ഭുതം ചെയ്യുക. ഇന്ന് വരെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് ഇവർ ഇന്നലെ പങ്കുവെച്ച്. ശരിയാണ്. ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഓർമ്മയും നഷ്ടപ്പെട്ടല്ല. 19 ദിവസത്തോളം ഓർമ്മയില്ലാണ്ടായി. ഡോക്ടർ മോളോടും ആൽബർട്ടോടും പറഞ്ഞ് ഇത് ഊരി കഴിഞ്ഞാൽ മരിക്കും, അത് ഉറപ്പാണ്. പക്ഷേ സാബു ബ്രദർ പറഞ്ഞു, ആൽബർട്ടേടം പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ജീവിക്കും ഉറപ്പ് എന്ന് പറഞ്ഞു. അത് കർത്താവിൻ്റെ സന്ദേശമായിരുന്നു. ജീവിക്കും, മരിക്കത്തില്ല. 19 ദിവസം വെന്റിലേറ്റർ എടുത്തു. പക്ഷേ ബിന്ദു മരിച്ചില്ല. ബിന്ദു ഇന്നും ജീവിച്ചിരിക്കുന്നു.
ഇന്ന് വരെ ആ ലങ്സിൻ്റെ രോഗം എന്താണെന്ന് മെഡിക്കൽ സയൻസ് കണ്ടുപിടിച്ചിട്ടുമില്ല. ഇതൊരു അത്ഭുത സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. ഇന്നും യേശു ജീവിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശക്തി, അവൻ്റെ നാമത്തിൻ്റെ ശക്തി, ജീവിക്കുന്ന കർത്താവ് ഈ മകളെ തൊട്ടതാ എനിക്ക് ഉറപ്പുണ്ട്. വെന്റിലേറ്ററിൽ കിടന്ന ഈ മകളെ യേശു അവിടേക്ക് കടന്നു ചെന്ന് തൊട്ടു. അങ്ങനെയാണ് ഈ മകൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരമടിച്ച് യേശുവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. കരമുയർത്തിയൊന്ന് അടിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. മക്കളൊക്കെ എത്ര പേരാ? 4 പേര്. 4 മക്കളുണ്ട്. സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? 19, 20 മരിക്കുന്ന ഞാളാണ്. 24 വർഷം, 24 4 വർഷം കൂടെ പിന്നിട്ട്. ഇപ്പൊ എന്തെങ്കിലും രോഗമുണ്ടോ? ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആൽബർട്ട് എന്താ പറയുന്നു? സന്തോഷമാണോ? സന്തോഷമാണ്. കർത്താവിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി പറയുന്നു. ആമേൻ. കർത്താവെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.